ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 16 ഫെബ്രുവരി 2026, ഈ മാസത്തെ 16-ാമത്തെ ദിവസം, ഈ വർഷത്തെ 47-ാമത്തെ ദിവസം, വലിയ നോമ്പിന്റെ ആദ്യത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: നോമ്പിന്റെ വിശുദ്ധി എന്ത് ആണ്? നോമ്പിന്റെ വിശുദ്ധി എന്ത് ആണ്? നാം ഓരോരുത്തരും ഈ വലിയ നോമ്പിന്റെ ആദ്യത്തെ ദിവസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഓരോരുത്തരും നല്ല ഒരു തീരുമാനത്തോടുകൂടി, കർത്താവേ, ഇതേവരെ എനിക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞതായ നല്ല പ്രവൃത്തികളൊക്കെയും ഞാൻ ചെയ്യുമെന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയായിരിക്കും നാം ഓരോരുത്തരും ഈ നോമ്പിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ, പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നോമ്പിന്റെ വിശുദ്ധി എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. വലിയ നോമ്പ് പ്രാർത്ഥനയും ഉപവാസവും നിറഞ്ഞ അനുതാപത്തിൻ്റെയും ആത്മപരിത്യാഗത്തിൻ്റെയും പുണ്യ ദിനങ്ങൾ ആണ്. വ്രതശുദ്ധിയിൽ ജീവിതത്തെ സ്ഫുടം ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്. ഉയർപ്പും പെരുന്നാളിലേക്കുള്ള ആത്മീയ തീർത്ഥാടനമാണ്. ആത്യന്തികമായി ജീവന്റെ പുതുക്കത്തിലേക്കുള്ള നിത്യമായ തീർത്ഥാടനമാണ് ലക്ഷ്യം. അനുതാപവും പ്രാർത്ഥനയും നിറഞ്ഞ യേശുവിനോടൊപ്പമുള്ള ഉപവാസത്തിന്റെ തീർത്ഥാടനമാണ് നോമ്പിന്റെ വിശുദ്ധി. വലിയ നോമ്പിൽ ആദിയോടന്തം പ്രകാശം പരത്തുന്നത് അനുതാപത്തിന്റെ അനുഗ്രഹീതമായ കണ്ണീരിന്റെ അനുഭവമാണ്. ദൈവികതത്തിന് വിധേയപ്പെട്ട് ദൈവികതയിലേക്കുള്ള വളർച്ചയാണ് നോമ്പിൽ ലക്ഷ്യമാക്കുന്നത്. ഇത് ശാരീരികമായും ഭൗതികമായും മാനസികമായും സാമൂഹികമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. ആത്മശരീര മനസ്സുകളുടെ സമഗ്രമായ പുതുക്കവും വിശുദ്ധീകരണവും ആത്മനിയന്ത്രണത്തിനും സത്കർമ്മങ്ങൾക്കും വഴിയൊരുക്കുന്നു. നോമ്പിന്റെ ശരിയായ അനുഷ്ഠാനം ജഡത്തെ നിയന്ത്രിക്കുവാനും ജീവിതത്തിലെ ലളിതമാക്കുവാനും സാധിക്കുന്നു. നോമ്പ് പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വഴിയൊരുക്കുമ്പോൾ ആത്മശരീര മനസ്സുകളെ നിയന്ത്രിക്കുവാനും അനുതാപത്തിലേക്ക് തിരിക്കുവാനും സഹായിക്കുന്നു. ശുദ്ധമായ നോമ്പ് ജഡാഭിലാഷങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും ആത്മീയ ജീവിതത്തിൽ വ്യക്തികളെ പരിപുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നു. വ്രത വിശുദ്ധിയോടു കൂടിയുള്ള നോമ്പിൽ ദൈവിക അനുഭവം വർദ്ധിക്കുകയും സാമൂഹിക പ്രതിബദ്ധതയിൽ ശക്തിപ്പെടുകയും ചെയ്യും. നോമ്പ് ദൈവമനുഷ്യ ബന്ധം ഉറപ്പിക്കുമ്പോൾ സമൂഹത്തോടും പ്രപഞ്ചത്തോടുമുള്ള ആഴമായ ബന്ധം സൃഷ്ടിക്കണം. വ്യക്തി ജീവിതത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യണം. വിലക്കപ്പെട്ട ഭക്ഷണം വർജിച്ച് പാപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് വിശപ്പിന്റെ നിലവിളിയിൽ ഉൾക്കൊണ്ട് നീതിപൂർവം വിഭവങ്ങൾ പങ്കിടുവാൻ കഴിയുമ്പോഴാണ് നോമ്പിന്റെ വിശുദ്ധിക്ക് പ്രകാശം ലഭിക്കുന്നത്. ഇന്ദ്രിയ നിയന്ത്രണം വഴി ബോധവിചാരങ്ങൾക്ക് ആത്മീയ ഔന്നത്യവും ലഭ്യമാക്കുന്നു. നോമ്പിന്റെ ആത്യന്തിക ലക്ഷ്യം ഹൃദയശുദ്ധീകരണവും ജീവിത വിശുദ്ധിയുമാണ്. ആത്മപരിത്യാഗങ്ങൾക്ക് മാത്രമേ പൂർണ്ണമായും അത് ആർജിക്കുവാൻ കഴിയുള്ളൂ. ഉപവാസത്തിന്റെ അടിസ്ഥാനം ആത്മനിയന്ത്രണവും ആത്മതപനവും ഉൾക്കൊള്ളുന്ന ആത്മീയ ശിക്ഷണമാണ്. ഇത് പ്രേക്ഷണയോ ബാഹ്യ ഇടപെടലുകളോ വഴി ശക്തിപ്പെടേണ്ടതല്ല. സ്വയബോധ്യത്താൽ നൈസർഗികമായി പ്രവഹിക്കേണ്ട ആത്മീയ പ്രകാശമാണ്. ദൈവികതയിലേക്കുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ കഴിയുന്നതാകണം നോമ്പിന്റെ അനുഷ്ഠാനങ്ങൾ. ദൈവസ്തുതിയും മഹത്വവും വർണ്ണിക്കുന്ന ആരാധന ആത്മീയ വളർച്ചയ്ക്ക് പര്യാപ്തമാണ്. പ്രാർത്ഥന, ഉപവാസം, പശ്ചാത്താപം, ദാനധർമ്മം, വിശുദ്ധീകരണം എന്നിവ നോമ്പിലെ പുണ്യകർമ്മങ്ങളാണ്. നോമ്പിന്റെ വ്രതകാലം വേദവായനയ്ക്കും പഠനത്തിനും അവസരം ഉണ്ടാക്കണം. ഇത് ക്രിസ്തീയ പുതുക്കത്തിനും വിശ്വാസ പ്രബോധന സ്ഥിരീകരണത്തിനുമുള്ള ഒരുക്കകാലമാകണം. സ്വർഗീയ നിക്ഷേപങ്ങൾക്കുള്ള വിഭവ സമാഹാരമാണ് വലിയ നോമ്പ്. ക്രിസ്ത്യാനി ആയ ഒരു ജീവിതം ക്രിസ്തീയമായി മുമ്പോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ നാം തീമോത്തിയോസിനോട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞതായ കാര്യം ഓർമ്മിക്കണം. ക്രിസ്തീയമായ മാതൃകാ ജീവിതം പ്രജ്വലിപ്പിക്കുവാൻ ആണ് നോമ്പ് നോക്കേണ്ടത്. അതായത് ക്രിസ്തീയമായ മാതൃകാ ജീവിതം പ്രജ്വലിപ്പിക്കുവാൻ നോമ്പ് ശക്തി പകരണം എന്നാണ് പറയുന്നത്. ആർഭാടവും ആർത്തിയും പകരുന്ന ഉപഭോഗ സംസ്കാരത്തിൽ
സ്വാർത്ഥതയും മോഹവും വെടിഞ്ഞ് ജീവിതശൈലിയെ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെതുമാക്കി തീർക്കണം. നോമ്പ് അനുഷ്ഠാനം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും പങ്കിടുവാനും പ്രചോദിപ്പിക്കണം. ബാഹ്യ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്താകണം നോമ്പ് എന്ന് മത്തായി ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സീനായി മലയിൽ മോശയും ഹോരേബ് പർവ്വതത്തിലേക്കുള്ള യാത്രയിൽ ഏലിയാവും മരുഭൂമിയിൽ യേശുവും 40 ദിവസം ഉപവസിച്ചു. നോഹയുടെ കാലത്തെ 40 ദിവസത്തെ മഴയും വാഗ്ദത്ത നാടായ കനാനിലേക്കുള്ള ഇസ്രായേൽ ജനത്തിന്റെ 40 വർഷത്തെ യാത്രയും അനുതാപത്തിനു വേണ്ടി നിനിവേയിൽ യോന പ്രഖ്യാപിച്ച 40 ദിന ഉപവാസവും വലിയ നോമ്പിന് നമുക്ക് ഒരു കാരണമാക്കി തരുന്നു. അത് നാം ശരിയായ രീതിയിൽ ഓർത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അത് നമുക്ക് ഒരു ആത്മീയ അടിത്തറ ഉണ്ടാക്കിത്തരും. അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കണ്ണീരിൻ്റെയും അനുഭവമാണ് വ്രതകാലത്തെ വിശുദ്ധമാക്കുന്നത് എന്ന് നാം മറക്കാതിരുന്നാൽ മതി. യേശുവിൻ്റെ പ്രഥമ പ്രഭാഷണം അനുതാപത്തിൻ്റെ സന്ദേശമായിരുന്നു. പത്രോസും പൗലോസും അനുതാപ സന്ദേശമാണ് ആദ്യം നൽകുന്നത്. പാപത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുന്ന അനുഭവമാണ് അനുതാപം. സക്കായി, ലൂർത്തുപുത്രൻ, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്നിവയിൽ നാം അനുതാപത്തിൻ്റെ പ്രാധാന്യമാണ് വെളിപ്പെട്ട് നമുക്ക് കാണുന്നത്. എൻ്റെ ദൈവമേ, അലസത, ദുരിതം, അധികാരമോഹം, ദുർഭാഷണം എന്നിവയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. പാതിവ്രതം, വിനയം, ക്ഷമ, സ്നേഹം എന്നിവയാൽ നിറയ്ക്കണമേ. എൻ്റെ സ്നേഹിതരെ ന്യായം വിധിക്കുന്നതിന് പകരം എൻ്റെ പാപങ്ങളെ തിരിച്ചറിയുവാൻ എനിക്ക് കൃപ നൽകണമേ. വിശുദ്ധ അബ്രഹാമിൻ്റെ പ്രാർത്ഥനയാണിത്. എന്ന പ്രാർത്ഥന അതീവ കൃത്യമാണ്. ഈ നോമ്പനുഷ്ഠാനത്തിൻ്റെ നിഷ്ഠയും ഭക്തിയും പൂർണ്ണമായും വീണ്ടെടുക്കണം. ഏകാന്തതയ്ക്കും ധ്യാനത്തിനും മാനത്തിനുമുള്ള അന്തരീക്ഷം വലിയ നോമ്പ് കാലത്ത് സഭയും കുടുംബത്തിലും ഉണ്ടാകണം. നോമ്പ് കാലത്ത് സ്വയശിക്ഷണവും ആത്മപരിത്യാഗവും അനിവാര്യമാണ്. ടെലിവിഷൻ, ഇന്റർനെറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ വിശാല വിവര സമൂഹം എന്നറിയപ്പെടുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന സങ്കേതങ്ങളെ സ്വയം നിയന്ത്രിച്ച് പ്രാർത്ഥനയ്ക്കും വേദവായനയ്ക്കും മനനത്തിനുമായി സമയം കണ്ടെത്തണം. ബാഹ്യമായ ആഘോഷം, ആർഭാടവും ബഹളം എന്നിവയിൽ നിന്നും വേർപെട്ട് ലളിത ജീവിതക്രമം യാഥാർത്ഥ്യമാക്കണം. പരസ്യവും രഹസ്യമായ ജീവിതത്തെ സ്വയം പരിശോധിച്ച് പാപങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും പിന്തിരിഞ്ഞ് നീതിമാർഗം യാഥാർത്ഥ്യമാക്കണം. വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ച് തിരസ്കൃതർക്കും രോഗികൾക്കും ദുഃഖിതർക്കും ആലംബഹീനർക്കും സഹായങ്ങളും സ്നേഹ സൗഹൃദങ്ങളും നൽകണം. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും നോമ്പിന്റെ വിശുദ്ധി പകർത്തി അനുതാപത്തിലൂടെ വിശുദ്ധ കുർബാന സംസർഗത്തിലൂടെ ആത്മീയ ജീവിതം പരിപക്വമാക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. കുരിശിൻ്റെയും കാൽവറിയുടെയും വഴിയാണ് നോമ്പ് എന്ന് നാം മറക്കാതെ മനസ്സിൽ വരിക്കുക. ഉയർപ്പിൻ്റെ ഉത്സവത്തിനുള്ള കാത്തിരിപ്പാണ് വലിയ നോമ്പ്. സ്വർഗീയ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടേതുമാണ് ഈ നോമ്പ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പരമ വിളിക്കായുള്ള തീർത്ഥാടനമാണ് വലിയ നോമ്പ് എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ശാന്തിയും നീതിയും പങ്കിടലുമുള്ള സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും വിശുദ്ധമായ തീർത്ഥാടന ജീവിതമാക്കണം നോമ്പിൻ്റെ പുണ്യകാലം. ദൈവകൃപയുടെ നീർച്ചാലുകൾ ജീവിതത്തിലേക്ക് സംശീകരിക്കപ്പെടുവാനും പാപവും അന്ധകാരവും നിറഞ്ഞ ജീവിതത്തിന് പ്രകാശവും പ്രത്യാശയും ലഭ്യമാക്കുവാനും വ്രതജീവിതം സഹായിക്കണം. ഉപവാസം ഭക്ഷണപാനീയങ്ങളുടെ മാത്രം വർജനമല്ല, പാപത്തിൽ നിന്നുള്ള വിമോചനമാകണമെന്ന് വിശുദ്ധനായ ബസേലിയോസ് പറയുന്നു. ശാന്തിയും നീതിയും പങ്കിടലുമുള്ള സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും വിശുദ്ധമായ തീർത്ഥാടന ജീവിതമാക്കണം നോമ്പിൻ്റെ പുണ്യകാലം. അങ്ങനെ നമുക്കതാക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ നോമ്പ് നമുക്ക് ഒരു അനുഗ്രഹപ്രദമാവും.
സ്വർഗത്തിൽ ഒരു നിക്ഷേപം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.